അച്ചടക്ക നടപടിക്ക് ആറും കൊല്ലം സസ്പെൻഡ് ചെയ്ത് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ച് അതിൻ്റെ അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കി അവർ. ഈ സംഘടന പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കി. ഇപ്പോൾ ഹൈക്കോടതി ഈ അഡ്ഹോ കമ്മിറ്റി അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു, അതിന് സ്റ്റേ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എന്തും ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കാത്ത, ഒരു ജനാധിപത്യ സ്വഭാവവും നിലനിർത്താത്ത, അവരോട് ചർച്ച പോലും ചെയ്യാത്ത ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ ഓർഡർ കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഓരോ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല പ്രഹരമാണ് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഈ അസോസിയേഷനുകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഇതിൻ്റെ എല്ലാം വക്താക്കളായി വരാൻ പോകുന്നു എന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നല്ല തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യം ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രമല്ല, പോലീസ് അസോസിയേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും സഹകരണ മേഖല ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത്. ഇതൊന്നും ഈ 2 മാസമേ ആയിട്ടുള്ളൂ. 2 മാസം കഴിയുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് പ്രതിനിധികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാർച്ച് നടത്തുകയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അത് ഉദ്ഘാടനവും ചെയ്തിരിക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ കൊല്ലം തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അനുവദിക്കാനാവാതിരുന്ന പണം, അവസാനത്തെ ഗഡു, അത് സ്പിൽ ഓവർ വർക്കായിട്ട് ലഭിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും അത് അടുത്ത കൊല്ലം അംഗീകരിച്ചു കൊടുക്കുകയാണ് പതിവ്. ഇപ്പോൾ സ്പിൽ ഓവർ വർക്കിൻ്റെ പണം കൊടുക്കുന്നില്ല. 4 മാസമായി സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ട്. മാർച്ചിലാണല്ലോ അവസാനിക്കുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഒന്നാമത്തെ ഗഡു കൊടുത്തിട്ടില്ല. ഏതാണ്ട് 3000 കോടി റുപ്യ കൊടുക്കണം. 3000 കോടി കൊടുത്തിട്ടില്ല. ബഡ്ജറ്റിൽ തന്നെ ഏതാണ്ട് 1553 കോടി റുപ്യ ബാലഗോപാലൻ അവതരിപ്പിച്ച അന്നത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നതിൽ നിന്ന് കുറവായിട്ടാണ് ഇപ്പോൾ UDF അവതരിപ്പിച്ചത് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ കൊടുക്കുന്നില്ല. പിന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡായിട്ട് കൊടുക്കേണ്ട 1400 കോടിയുണ്ട്, ആ പൈസയും കൊടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, അവരുടെ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടുന്ന വേതനം, അംഗൻവാടികൾക്ക് കൊടുക്കേണ്ടുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യം, അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ, ഞാൻ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല, നിരവധി പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫണ്ടും അനുവദിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകെ. ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ മഹാഭൂരിപക്ഷവും UDF ആണ്. അതുപോലെ തിരുവനന്തപുരത്ത് BJP ആണ്. ഞങ്ങൾ കോഴിക്കോട് മാത്രമാണുള്ളത്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി, ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും UDF-ൻ്റെയാണ്. പഞ്ചായത്ത് ഭൂരിപക്ഷം അവരതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അവരതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. ഇതിനെതിരായിട്ട് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മുനിസിപ്പൽ ചെയർമാന്മാരും കോർപ്പറേഷൻ ചെയർമാന്മാരും അതുപോലെ തന്നെ കൗൺസിലർമാരും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വലിയൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തേണ്ടി വന്നു. ഇതിപ്പോഴും LDF-ൻ്റെ ഭാഗമായിട്ടാണ് നടന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിച്ച് മുന്നോട്ടേക്ക് പോകണം. അതൊരു പ്രാദേശിക ഗവൺമെൻറ്റുകളാണല്ലോ. ഈ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ UDF ഗവൺമെൻറ് 2 മാസം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രശ്നം സജീവമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അടുത്ത് പഞ്ചായത്തിലേക്കും ഒക്കെ മാർച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന 1-ാം തീയതിയും 3-ാം തീയതിയും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജനങ്ങളും ഇപ്പം മാർച്ച് ചെയ്യുകയാണ്. പക്ഷേ ഒരു നിലപാട് സ്വീകരിക്കും, ഇപ്പോൾ ശരിയാക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ ശരിയാവുന്നില്ല. ശരിയാവണമെങ്കിൽ പണം കിട്ടണമല്ലോ, പണം കൊടുക്കുന്നില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ.